ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഗായ്സ് മൈൻക്രാഫ്റ്റിൻ്റെ സീരീസ് 2 ആണത്. അപ്പോൾ ഞാനിവിടെ എന്താ പറയുക ഗുഹ ഇതായതുകൊണ്ട് ഞാൻ സ്കെൽട്ടനൊക്കെ പുറത്തുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഡേറ്റൊക്കെ വെച്ച് ഇങ്ങനെ മുട്ടി വെച്ചിരിക്കുകയാണ് ഗായ്സ്. അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം എൻ്റെ അവിടെ സ്കെൽട്ടൻ ഷൂട്ട് ചെയ്ത് കൊന്നായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു കൂട്ട് ഇവിടെ പണിതത് കേട്ടോ ഗായ്സ്. ഇവിടെ 3 സ്റ്റിക്ക് കിടക്കേണ്ട ഒരു സോംബി വരുന്നുണ്ട്. കൊന്നു കേട്ടോ ഗൈസ്. കേവ് അത്യാവശ്യം വലിയൊരു കേവാണ് ഗൈസ്. സ്കെൽട്ടൻ ഓടിക്കോ. സ്കെൽട്ടൻ സ്കെൽട്ടൻ ഗൈസ് ഇവിടെ കാണാനില്ലല്ലോ. മരിച്ചു. അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പൊ ഗൈസ് പുറത്ത് സ്കെൽട്ടനൊന്നുമില്ല. ഞാന് ബ്ലോക്ക് വെറുതെ വെക്കാം. സേഫ്റ്റിക്ക് ബ്ലോക്ക് വെറുതെ വെച്ചേക്കാം. സ്കെൽട്ടൻ വീണ്ടും സ്പോണായാലോ പേടിച്ചിട്ടാണ്. ടേർട്ട് പൊട്ടിച്ചുണ്ട് കേട്ടോ ഗൈസ്. പൊട്ടിച്ച് നമ്മളെ സോഡൊക്കെ മാറിക്കിടക്കാണ്. നമുക്ക് സെറ്റാക്കിയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ നോക്കിക്കൊണ്ട് ഇരിക്കണം. പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നോക്കി അവിടെ അയ്യണൊന്നും കാണാനില്ല. എന്താ ചെയ്യാത്? അയ്യണമില്ല. കേവ് ഇപ്പോൾ അത്യാവശ്യം വലുതാ തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. കേവ് ഒന്നും തോന്നുന്നില്ല. അയ്യണൊന്നും ഒരു സൈഡിൽ കാണാനില്ല കേട്ടോ. കാര്യം എന്താണെന്ന് അറിയില്ല. അയണൊന്നും ഗൈസ് അയൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് സൈഡ് ഇതാക്കാം. ഡേർട്ടൊക്കെ വെച്ച് ഇതാക്കാം കേട്ടോ ഗൈസ്. അങ്ങനെ ഒന്ന് സെറ്റപ്പ് ചെയ്യട്ടെ. വെയിറ്റ് ചെയ്യേ. ബ്ലോക്കൊക്കെ വെച്ച് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ വെച്ചേക്കാല്ലേ സെറ്റായിക്കോളും. ഓക്കെ. പിന്നെ അവർ വന്ന് അടിക്കില്ലാന്ന് പ്രതീക്ഷയല്ല ആയാൽ മതിയായിരുന്നു. ഡേർട്ടാണല്ലേ കയ്യിരുന്നത്. കയ്യൊന്നും ചെയ്തല്ല. എന്താ അത്? ഓക്കെ. അയം പൊട്ടിക്കട്ടെ. ഒരു അയം കിട്ടി. ന്യൂ റെസിപ്പി അൺലോക്ക് ആയിട്ട് കേട്ടോ. അപ്പോൾ അയൺ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം അയണൊക്കെ പൊട്ടിച്ചെടുക്കാം കേട്ടോ. പൊട്ടിച്ച് ഇതാവട്ടെ. പൊട്ടിച്ച് കഴിയട്ടെ കേട്ടോ. ഗൈസ് മുകളിലും കുറച്ച് അയൺ ഇരിക്കണ്ടല്ലേ. സമാധാനം. എത്ര അയണുള്ളൂ പ്രതീക്ഷിച്ച് പോയിച്ചേ. കുറച്ചുകൂടി ഉണ്ട് ഭാഗ്യം. അപ്പോൾ ഗൈസ് ഡേർട്ടൊക്കെ പൊളിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പൊളിച്ചെടുത്തുണ്ട് കേട്ടോ. അല്ലാതെ ഡേർട്ടും പൊളിച്ചെടുത്ത് 10 ഡേർട്ട് നമ്മളിലുണ്ട്. ടോർച്ചൊക്കെ എടുത്തേക്കാം. ഓക്കെ ഗൈസ്. ഓക്കെ. ഇനിയിപ്പോൾ ഇവിടെ വേറൊരു പരിപാടിയൊന്നുമില്ല. ഓക്കെ കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്ര വലിയ കേവായിരുന്നു. നല്ല അടിപൊളി കേവ്. കുറേ പ്രാവശ്യം ചത്തു. അയ്യൻ കിട്ടിയായിരുന്നു. അപ്പം അയ്യനായിട്ട് നമുക്ക് ഈ ടൂൾസ്
നമ്മൾ ഇവിടുത്തെ എല്ലാ ടോർച്ച് പൊട്ടിച്ചെടുക്കുന്നത്. അതേപോലെ ഇട്ടാക്കാം. ഓക്കെ, നമ്മളിപ്പോ ഇനി ഇതിന്റെ മേലെ കയറണം. നമ്മളപ്പോ ഇവിടെ എത്തി. ടോപ്പിലെത്തി. കേവ് അടിപൊളി ആവുമായിരുന്നു, പക്ഷെ കേവ് കാണാനില്ല. പക്ഷെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഞാൻ അയൺ എടുക്കണത്. ആർമർ കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ നോക്കും. കോപ്പറിന്റെ പെട്ടെന്ന് പൊട്ടും. പക്ഷെ ഇതും ഒരു പിക്കാക്സ് ഉണ്ടാക്കാനുണ്ട്. ഒരു ആക്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ? പിക്കാക്സ് ഉണ്ടായിട്ട് ഇവിടെ വില്ലേജിലൊക്കെ ആണെങ്കിൽ അടിപൊളിയാവുന്നത്. വില്ലേജിൽ മറ്റേ ഒരു വീടുണ്ടല്ലോ, അതിനകത്ത് അയണ പേരും മറന്നല്ല. അതിന് പേരുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ആ പേർക്ക് ഓർമ്മ ഇല്ല കേട്ടോ. അപ്പൊ എല്ലാരും ലൈക്കും സപ്പോർട്ടും ചെയ്യണം, മറക്കല്ലേ. ലൈക്കും സപ്പോർട്ടും ചെയ്യണം. ലാവുണ്ടാവില്ല. ഇവിടെ എടുത്തു വില്ലേജ് കാണില്ല, വേറെ ഒട്ടും ചെയ്യുന്നുണ്ട്. സമാധാനം. ഞാൻ എടുത്ത് ചാടിയായിരുന്നു കേട്ടോ. നടന്നിട്ട് ഏത് സ്ഥലത്തെത്തി. നടന്നപ്പോ വില്ലേജും കാണില്ല, കേവും കാണില്ല. ഇപ്പൊ കുറച്ച് അയ്യാണ് ഇപ്പൊ ഇവിടെ കിടക്കണം. അപ്പൊ അത് എടുക്കാന്ന് ശരിയായിരുന്നു. ഒരു നെതർ പോർട്ടൽ ഇങ്ങനെ കാണാൻ അതിനകത്ത് എന്തെങ്കിലും നോട്ട് കിട്ടല്ലേ. കുറച്ചുകൂടി അയ്യൺ കിട്ടും. അല്ലാതെ വിചാരിച്ചോട്ട്
നമ്മളപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നെതർ പോർട്ടൽ കിട്ടുമെന്ന് പറഞ്ഞതേ ഉള്ളൂ ഗായ്സ്. നെതർ പോർട്ടൽ ഇതാ. എത്ര എടുക്കും, എന്ത് ഗോൾഡ് കിട്ടും. ഗോൾഡ് നല്ലല്ല. ചെസ്റ്റ് കിട്ടി. ഒരു ഗോൾഡ് ഷോളും അല്ല, ഒന്നുമില്ലല്ലോ. നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് മുമ്പ് നമുക്ക് ഇത് ചെയ്യണല്ലോ. ശരിയാണോ? നമുക്ക് ഓക്കെ ഗൈസ്, ബീഫും കിട്ടി, കുറച്ച് ഇറച്ചി ഓക്കെ കേട്ടോ. കുറച്ച് മുട്ടനും ബീഫ്. ഒരു ഷീപ്പ് കൂടി കിട്ടി. ഫ്ലവർ ആയിട്ട് നമുക്ക് പറക്കാൻ പറ്റുമോ? മാങ്ങാപ്പൊടി കുറച്ച് 5 മട്ട കിട്ടി. കുറച്ച് കോഴി ഫർണിച്ചർ കയറി കുറച്ച് ഇതും വെച്ച് നമുക്ക് മട്ടൻ നമ്മൾ വെച്ചിട്ടുണ്ടോ? ഇവിടെ മട്ടൺ ആവട്ടെ. എനിക്കപ്പത്തിന് നമുക്ക് എന്തെങ്കിലും ലോഗ് ആയിട്ട് വരാം. ചാർക്കോൾ ഉണ്ടാക്കാൻ കുറച്ച് ലോഗ് എടുക്കാം. ഒരു വില്ലേജ് കിട്ടാൻ നമുക്ക് ക്രാഫ്റ്റ് ഒരു വൈറ്റ് ഓക്കെ. അപ്പൊ റെഡി ആയിക്കോളൂ കേട്ടോ. ഓക്കെ ചിക്കപ്പ് റെഡി ആവും. ചിക്കൻ റെഡിയായി. ഇനി നമുക്ക് അയൺ വെക്കാം. ഞാനിപ്പോ ഒരു വില്ലേജ് ഇപ്പൊ എവിടെയില്ല. ഒരു സോഡ്
സ്റ്റിക്കുള്ള സാപ്പാടെ ഒരു ഷീൽഡ് ഉണ്ടാക്കാം, ഒരു സോഡും ഉണ്ടാക്കാം. ഷീൽഡ് ഇപ്പൊ നല്ലതാ ഗൈസ്, എന്താ വെച്ചാൽ നല്ല സംഭവമാണ് ഷീൽഡ് ഇപ്പൊ ഉണ്ടാക്കിയത്. രാത്രിയായി കടന്നുറങ്ങിട്ട് പേടിയ, രാത്രി കണക്കുണ്ട്. ഒരു സോളും ക്യാക്സും ആയിട്ട് കൂടി കിട്ടണ ആക്സ് ഉണ്ടാക്കാം. ഒരു ബോട്ടിനൊക്കെ നാലെണ്ണം, ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കി ബാക്കി ആക്കാനും. സമാധാനം വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എങ്കിലും വല്ല കേവ് അങ്ങനെ നടത്തി നോക്കാലോ. അവിടെ ആണെങ്കിൽ ഒരു വലിയൊരു കേവാണല്ലോ. അങ്ങനത്തും പറ്റിയ കുട്ടികൾ ഇങ്ങനെ ഞാൻ വന്നോണ്ടിരിക്കുമ്പോ ഒരു കേവ് ഉണ്ട്. അവിടെ വെള്ളം ഒഴിച്ചവിടെ അപ്പൊ ഗായ്സ് അപ്പൊ നമ്മള് പൊക്കോണ്ടേ നമുക്കിപ്പോ ഇവിടെ നമുക്ക് നിർത്താല്ലേ. ഇവിടെ റീസ്പോൺ സെറ്റാക്കി ഇവിടെ നിർത്താം. നമ്മളെ നമ്മള് ടേർട്ട് 12 ഉണ്ട്, 12 പൊടി മതി. ഇവിടെ
പണിയാൻ പോകുന്നത്. ചാടി ചാടി അത്ര ഒരു ചെറിയ ഒരു സ്റ്റാർട്ടർ ഹൗസ് ഒന്നും കേറൂല. അപ്പൊ ഗൈസ് ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് എന്താ പറയാ, നാളെ ഒരു 7 മണി ആകുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. 7 മണി ഒക്കെ ആകുമ്പോൾ നാളെ നിങ്ങൾ യൂട്യൂബിൽ കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ എന്നാൽ ശരി, ബൈ.